2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നേടിയത് ചരിത്ര നേട്ടമാണ്. പൂട്ടിയ അക്കൗണ്ട് മാത്രമല്ല, അതിന്റെ കൂടെ 2 അക്കൗണ്ടുകൾ കൂടി തുറന്നു ഇത്തവണ. രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും ഒപ്പം ബി ഗോപകുമാർ നിയമസഭയിൽ ബി.ജെ.പിയുടെ ശബ്ദമാകും. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ വിജയമാണ് ഇത്. അവരുടെ ത്യാഗോജ്വലമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ വിജയം. ഈ കഴക്കൂട്ടത്തെ ഒരു മാതൃകാ പ്രദേശമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുക എന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ആശയം അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലുള്ള ലക്ഷ്യം. കൂടുതൽ വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനം അല്ലെങ്കിൽ ചരിത്ര നേട്ടമാണ്. പൂട്ടിയ അക്കൗണ്ട് മാത്രമല്ല, 2 അക്കൗണ്ടുകൾ തുറന്ന് നിയമസഭയിൽ 3 MLA-മാരുണ്ടാവും ബി.ജെ.പിക്ക്. എത്രത്തോളം വലിയ ഒരു അഭിമാനം അല്ലെങ്കിൽ ചരിത്ര നേട്ടമാണ് ബി.ജെ.പി ക്യാമ്പിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട്, ഒപ്പം എത്രത്തോളം വലിയ ഒരു പ്രത്യാശയാണ് ബി.ജെ.പിക്കുള്ളത്? നമ്മൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാകുമെന്ന ആദ്യഘട്ടത്തിൽ തന്നെ ആ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. ഏതാണ്ട് അതിന് സമാനമായ രീതിയിലുള്ള ഫലങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ബി.ജെ.പിയുടെ ഒരു വലിയ മുന്നേറ്റം, വളർച്ച, അത് തന്നെയാണ് ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ചയ്ക്ക് വന്നതും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനമുണ്ടായി, അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നു, വോട്ടെടുപ്പ് നടന്നു. അതിനുശേഷം ഉള്ള എക്സിറ്റ് പോളുകളിലൊക്കെ തന്നെയും ബി.ജെ.പിക്ക് 1 മുതൽ 4 വരെ സീറ്റുകൾ നേടാൻ കഴിയും എന്നതായിരുന്നു ഏതാണ്ട് ഒരു പൊതുവായിട്ടുള്ളൊരു ധാരണ എന്ന് പറയുന്നത്. ഏതാണ്ട് അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നതെന്ന് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും 3 സീറ്റുകൾ നേടിക്കൊണ്ട് പൂട്ടിയ അക്കൗണ്ട് തുറക്കുക മാത്രമല്ല, അതുകൂടാതെ 2 അക്കൗണ്ടുകൾ കൂടി തുറന്നുകൊണ്ടാണ് ബി.ജെ.പി. ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിൽ ചാത്തന്നൂർ മണ്ഡലം അത് വളരെ സൈലൻ്റായി തന്നെ അവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. നേമം, കഴക്കൂട്ടം തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെ വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ള വലിയ ആവേശവും ആത്മവിശ്വാസവും ഒക്കെ തന്നെ ഉണ്ടാകുമ്പോഴും ചാത്തന്നൂരിലുള്ള വിജയം അവിടെ അത് ഒരു സൈലന്റ് ഫാക്ടറായി തന്നെ നിൽക്കുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും ചാത്തന്നൂർ തന്നെയാണ് ആദ്യം ഇക്കുറി താമര വിരിഞ്ഞത് എന്നുള്ളതാണ്. അവിടെ മികച്ച ഒരു പോരാട്ടത്തിലൂടെ തന്നെ ആ ഒരു വിജയം നേടിയെടുക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ചാത്തന്നൂരിൽ ബി ഗോപകുമാർ, അദ്ദേഹം നാട്ടുകാരൻ കൂടിയാണ്. അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് കൂടി അദ്ദേഹത്തിന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ആ ഒരു സീറ്റ് പിടിച്ചെടുത്തുകൊണ്ടാണ് ഇത്തവണത്തെ ബി.ജെ.പിയുടെ വോട്ട് വേട്ട അവിടെ ആരംഭിക്കുന്നത്. അതിനുശേഷം തൊട്ട് പിന്നാലെ തന്നെ നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ വലിയ ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് അവിടെ ആ സീറ്റ് തിരിച്ചു പിടിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ഫോട്ടോ ഫിനിഷ് നമുക്ക് വേണമെങ്കിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ തന്നെയായിരുന്നു കഴക്കൂട്ടത്തെ മത്സരം നടന്നത്. കഴക്കൂട്ടത്ത് വി മുരളീധരൻ 427 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ച് കയറുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അവസാന നിമിഷം, അവസാന ബൂത്ത് വരെ എണ്ണ സമയം വരെ കാത്തിരിക്കേണ്ടി വന്നു ആ ഒരു വിജയത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ എന്നുള്ളതാണ്. അവസാനം ഉള്ളൂർ മേഖലയിലേക്ക് അവിടെ CPM വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലമാണ്, അല്ലെങ്കിൽ ഒരു പ്രദേശമാണ്. അവിടെ ആ പ്രദേശത്തേക്ക് പോലും കൂടെ വി മുരളീധരന് തൻ്റെ പ്രഭാവം പ്രചരിപ്പിക്കാൻ, അല്ലെങ്കിൽ അത് പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. അങ്ങനെയാണ് ആ 427 എന്നുള്ള ആ ഒരു NDAയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് 2020യുടെ സാന്നിധ്യമാണ്. 19 സീറ്റിലാണ് മത്സരിച്ചത്. എവിടെയും ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് വിജയസാധ്യതയുള്ള സീറ്റുകളെല്ലാം 2020ക്ക് കൊടുത്തു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ആദ്യമായി തന്നെ 2020 ഘടകകക്ഷിയാകുന്ന NDA, അതിനുശേഷം അവർക്ക് 19 സീറ്റാണ് ഇത്തവണ നൽകിയത് എന്നുള്ളതാണ്. അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട സീറ്റുകൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ബി.ജെ.പിക്ക് ജയിക്കാൻ കഴിയുന്ന സ്വാധീനം ഏറെയുള്ള സ്ഥലങ്ങളിൽ 2020ക്ക് സീറ്റുകൾ നൽകിയിരുന്നു. അതിനെതിരെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ 2020 അമ്പേ പരാജയപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സാന്നിധ്യം പോലും അറിയിക്കാൻ 2020 കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പാർട്ടിക്ക് ഒരു സീറ്റിലും, ഈ 19 സീറ്റിൽ ഒരിടത്ത് പോലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പാർട്ടിയുടെ സഹായത്തോടെ, അതായത് 2020യുടെ സഹായത്തോടെ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു വിലയിരുത്തൽ ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ചിലേക്ക് 2020ക്ക് ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. എബി സൂചിപ്പിച്ച പോലെ തന്നെ
BJP സംസ്ഥാനത്ത് വളരുകയാണ്. 12-15% വോട്ട് ശതമാനമാണ് നിലവിലുള്ളത്. ആ സമയത്താണ് ഈ തിളക്കമാർന്ന വിജയം. നിയമത്തിൽ മാത്രം ഒതുങ്ങിയ BJP ആണ് ചാത്തന്നൂരിലേക്കും കഴക്കൂട്ടത്തൊക്കെ വിജയിച്ചത്. അത് BJPയുടെ പ്രതീക്ഷയുള്ള A ക്ലാസ് മണ്ഡലങ്ങൾ കൂടിയായിരുന്നു. വിശദാംശങ്ങൾ നൽകിയത് എബി ജോൺ തോമസ്.